Good morning. Good morning, ma'am. Okay. Good morning, ma'am. Okay, good morning. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ട്ടാ. എല്ലാവരും ചായയൊക്കെ കുടിച്ചാ? ഭക്ഷണമൊക്കെ കഴിച്ച എല്ലാവരും? കഴിച്ചു. ഓക്കെ. കല്യാണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ് തുടങ്ങാട്ടെ. എന്താണ്? കല്യാണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഗുരുവായൂർ വെച്ചായിരുന്നില്ല. അപ്പൊ എനിക്ക് പോകാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല. അപ്പൊ കുഴപ്പമില്ല, കല്യാണം നല്ലതായിരുന്നു. ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നിരുന്നു. നല്ലായിരുന്നു. നാളെ തൊട്ട് മിസ് വരും കേട്ടോ, ജോയിൻ ചെയ്യും. ഇത് മാത്രമേ ലീവ് ഉള്ളൂ. അപ്പം പിന്നെന്താണ്, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ 2 ദിവസത്തെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും? വായിച്ചൊക്കെ നോക്കിയോ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം കേട്ടോ. ഇന്ന് 12 മണി വരെ ക്ലാസ് ഉള്ളൂ കേട്ടോ. 12:30 വരെ ഇല്ല, 12 മണി വരെ ക്ലാസ് ഉള്ളൂ കേട്ടോ. 1.5 മണിക്കൂർ. അത് ഞാനായിരിക്കും കേട്ടോ ഉണ്ടായിരിക്കാം, സ്ത്രീ ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ നമ്മൾ പറഞ്ഞു ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓർമ്മയുണ്ടോ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? യെസ്, ദാറ്റ് ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെ. പലതരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് നമ്മൾ കണ്ടിരുന്നു. ഒരു 5 ടൈപ്പ് നമ്മൾ പഠിച്ചു അല്ലെ. ഹോസ്പിറ്റലൈസേഷൻ കവർ, പിന്നെ ഹോസ്പിറ്റൽ ക്യാഷ് കവർ, പിന്നെ എന്താണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ, പേഴ്സണൽ ആക്സിഡന്റ് കവർ, ടോപ്പ് അപ്പ് കവർ എന്നൊക്കെ പറഞ്ഞൊരു 5 ടൈപ്പ് ഓഫ് എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജസ് നമ്മൾ കണ്ടിരുന്നു. ഒരു 5 ടൈപ്പ് നമ്മൾ മനസ്സിലാക്കിയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കണ്ടത് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയാണ്. നമ്മൾ പറഞ്ഞു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു 3 കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. ആ ഒരു 3 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആയിരിക്കും അല്ലെ. അപ്പൊ ആ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രത്യേകതകളാണ് കേട്ടോ, പ്രത്യേകതകളായിരുന്നു. ഓക്കെ, അപ്പൊ അത് നമ്മൾ കണ്ടിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ എന്താ പറയാ ബെനിഫിറ്റ്സുകൾ അല്ലെ, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. പിന്നെ നമ്മൾ ESI കുറിച്ച് പഠിച്ചിരുന്നു അല്ലെ, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിനകത്ത് 5 പോയിന്റുകൾ പറഞ്ഞു. ആ 5 പോയിന്റുകൾക്കുള്ളിലും ഒരു പോയിന്റ് പോലും നമുക്ക് സ്കിപ്പ് ചെയ്യാനില്ല കേട്ടോ. എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അത് പഠിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ESI ആക്ട് 1948 ആണ്. പിന്നെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആണ് അതിന്റെ ചെയർമാൻ. ഡയറക്ടർ ജനറൽ അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആണ്. പിന്നെ സിക്നസ് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ആ ഒരു വ്യക്തി അസുഖത്തിന് മുമ്പ് 78 ദിവസം വർക്ക് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. 78 ദിവസം വർക്ക് ചെയ്യണം. ഇനി ഒരു പ്രസവാനുകൂല്യാണ് ലഭിക്കണമെങ്കിൽ 70 ദിവസമെങ്കിലും വർക്ക് ചെയ്തിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ആ ഒരു ലിമിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പ്രതിമാസം 21,000 രൂപയില് കവിയാതെ വേതനമുള്ളവർക്ക് മാത്രമേ ഇത് ആനുകൂല്യം ലഭിക്കുള്ളൂ, ESI ആനുകൂല്യം ലഭിക്കുള്ളൂ. ഓക്കെ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് വീണ്ടും നമ്മൾ പഠിച്ചിരുന്നു. ESIയിലോട്ട് എംപ്ലോയീസും എംപ്ലോയികളും എന്ത് ചെയ്യുന്നുണ്ട്? കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് എംപ്ലോയേഴ്സ് തൊഴിലുടമകള് എന്താണ് 3.25%. ഇനി തൊഴിലാളികളാണെങ്കിൽ എംപ്ലോയീസ് ആണെങ്കിൽ അവര് 0.75% ആണ് എന്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ESIയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ദിവസവേതനം 176 രൂപയിൽ താഴെയുള്ള ആളുകളാണെങ്കിൽ, ജീവനക്കാരാണെങ്കിൽ അവരെന്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട? അവർ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അല്ലെ. ഈ പറയുന്ന ESIയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ നിന്ന് അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത്രയും വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, അതുവരെ എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് വായിച്ചു നോക്കിയിട്ട് തോന്നിയെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ക്ലിയർ ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബെനിഫിറ്റ്സ് ആണ്. ഇതിന്റെ ബെനിഫിറ്റ്സ് ആണ്, ESIയുടെ ബെനിഫിറ്റ്സുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസിന്റെ
ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്. അവിടെ പ്രധാനമായിട്ടും പറയുന്നത് എത്ര കാലയളവില് എത്ര പെർസെന്റേജ് ഒക്കെയാണ് ഓരോന്നിനും ബെനിഫിറ്റ് കൊടുക്കണേ എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ട്? ഒന്നാമത്തത് സിക്നെസ് ബെനിഫിറ്റിന്റെ ഹെഡിങ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നു അല്ലെ. സിക്നെസ് ബെനിഫിറ്റ് ഉണ്ട് അല്ലെ. അതിൽ തന്നെ എക്സ്റ്റെൻഡഡ് സിക്നെസ് ബെനിഫിറ്റ് ഉണ്ട്, എൻഹാൻസ്ഡ് സിക്നെസ് ബെനിഫിറ്റ് ഉണ്ട്, മെറ്റേണിറ്റി ബെനിഫിറ്റ് ഉണ്ട് അല്ലെ, പ്രസവാനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. പിന്നെ ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് ഉണ്ട്, അതായത് വൈകല്യങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങള്. പിന്നെന്താണ്? ഫ്യൂണറൽ ബെനിഫിറ്റ്, ശവസംസ്കാര അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെന്താണ്? മെഡിക്കൽ ബെനിഫിറ്റ് അല്ലെ, മെഡിക്കൽ ബെനിഫിറ്റും കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി അറിയാം ESI എന്ന് പറയുമ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണെന്നുള്ളത് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസിന് പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ESI പറഞ്ഞപ്പോ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹെൽത്ത് ഇൻഷുറൻസ് എന്നൊക്കെ നമ്മൾ അന്ന് അവിടെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും തീർച്ചയായിട്ടും അതിന് എന്തുണ്ടായിരിക്കും? മെഡിക്കൽ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ആ ഹെഡിങ്ങുകൾ നോട്ട് ചെയ്ത് വെക്കുക. അതോടൊപ്പം അതിനകത്ത് പറഞ്ഞത് ആ പെർസെന്റേജ് ഒക്കെ എത്രയാണ് നോക്കാം കേട്ടോ. ഒന്നാമത്തെ നോക്കുക, സിക്നെസ് ബെനിഫിറ്റ്. ഓക്കെ, സോറി കേട്ടോ, ഒരു കോള് വന്ന കാരണം കൊണ്ടാണ്, അത്യാവശ്യമായിട്ടുള്ള ഒരു കോൾ ആയതുകൊണ്ടാണ് കേട്ടോ എടുത്തത്. ഓക്കെ, ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് ഇതായിരുന്നു സിക്നെസ് ബെനിഫിറ്റ് അല്ലെ, അതായത് അസുഖങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ. ഓക്കെ, അപ്പൊ നോക്കുക കേട്ടോ. The employee is given the rate of 70% of the daily average wage for a maximum period of 91 days in 1 year. അപ്പൊ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. 70% ഓഫ് ദ ഡെയിലി ആവറേജ് വേജ് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. പരമാവധി എത്ര ദിവസത്തേക്കാണ്? 91 days in 1 year. എന്താണ് പറയുന്നത് സിക്നെസ് ബെനിഫിറ്റിനെ പറ്റിയിട്ട്? അതായത് ഒരു വർഷത്തില് പരമാവധി 91 ദിവസം എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഏകദേശം എത്രയുണ്ടാവും? ഒരു 3 മാസമൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ പരമാവധി 91 ദിവസം വരെ എന്ത് ലഭിക്കുന്നുണ്ട്? സിക്നെസ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അതില് ഏകദേശം ഡെയിലി ആവറേജ് വേജ്, അതായത് ഒരു പ്രതിദിന ശരാശരി വേതനത്തിന്റെ 70% കേട്ടോ, 70% അവർക്ക് എന്താണ്? ഒരു സിക്നെസ് ബെനിഫിറ്റ് ആയിട്ട് ആർക്ക് കൊടുക്കുന്നുണ്ട്? എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ട്. എത്ര നാളത്തെ കാര്യത്തിനാണ്? പരമാവധി ഒരു വർഷം പരമാവധിയാണ് കേട്ടോ പറയണേ. 91 days ഏകദേശം ഒരു 3 മാസം ഉണ്ടാവും. അപ്പൊ 3 മാസത്തേക്ക് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ഒരു 3 മാസത്തേക്ക് അവർക്ക് അവരുടെ ശരാശരി എന്താണ്? പ്രതിദിന ശരാശരി വേതനത്തിന്റെ 70% അവർക്ക് എന്തായിട്ട് കൊടുക്കുന്നുണ്ട്? ഈ ഒരു സിക്നെസ് ബെനിഫിറ്റ് ആയിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് 70% ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ എത്ര ദിവസത്തേക്കാണ്? പരമാവധി 91 ദിവസം. ഇപ്പം ഒരു വർക്കറിന്, ഒരു തൊഴിലാളിക്ക് അയാൾക്ക് അസുഖം വന്നു, അയാൾക്ക് ഒരു 3 മാസം അയാൾ എന്തിനു പോവാണ്? ഈ ഒരു സിക്നെസ് ലീവിൽ അയാൾ പോവാണ്. ആ ഒരു കാലയളവില് അദ്ദേഹത്തിന്റെ എന്താണ്? പ്രതിദിന ശരാശരി വേതനം, ഓരോ ദിവസത്തെ വേതനം ചിലപ്പോൾ അളവ് വ്യത്യാസം ഉണ്ടായിരിക്കും. ശരാശരി എന്ന് പറയുമ്പോൾ എത്ര ദിവസം അയാൾ വർക്ക് ചെയ്തോ അതിൽ ലഭിച്ച വേതനത്തിന്റെ തുക കണ്ടിട്ട് അതിന് അത്രയും എണ്ണം കൊണ്ട് ഹരിക്കുന്നതാണ് ശരാശരി. അതിലേക്കൊന്നും പോണ്ട. പ്രതിദിന ശരാശരി വേതനത്തിന്റെ 70% അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? സിക്നെസ് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അതാണ് എന്ത്? സിക്നെസ് ബെനിഫിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് 70% നോട്ട് ചെയ്ത് വെക്കുക. എത്ര ദിവസത്തേക്കാണ്? 91 days in 1 year കേട്ടോ. ഒരു വർഷത്തിൽ 91 ദിവസം. ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ? പോയിന്റ് ക്ലിയർ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, എക്സ്റ്റെൻഡഡ് സിക്നെസ് ബെനിഫിറ്റ്. ആ പേരിൽ നിന്ന് സൂചിപ്പിക്കുന്നത് പോലെ നമ്മൾ ഈ പറഞ്ഞ സിക്നെസ് ബെനിഫിറ്റ് കുറെ ഒന്നും കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കിട്ടുകയാണ്. എക്സ്റ്റെൻഡഡ് ആയിട്ട് ഒരു ബെനിഫിറ്റ് അവർക്ക് കിട്ടുകയാണ്. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് വായിക്കാം.
ഇൻ ദ കേസ് ഓഫ് ഡിസീസസ് ലൈക്ക് ട്യൂബർകുലോസിസ്, എന്താണ് ക്ഷയരോഗം അല്ലെ, അതുപോലെ ലെപ്രസി, കുഷ്ഠരോഗം, ഇതിപ്പോ അധികം കുഷ്ഠരോഗം ഒന്നുമില്ല എങ്കിൽ കൂടി ലെപ്രസി, പിന്നെന്താണ് ഫ്രാക്ചർ അല്ലെ, പിന്നെ മാലിഗ്നൻസി എക്സിട്ര, ദ സിക്നസ് ബെനിഫിറ്റ്സ് എക്സ്റ്റെൻഡഡ് ടു 2 years, അതായത് 2 വർഷം. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് 80% ഓഫ് വേജസ് ആണ്. അത് രണ്ടും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. 2 വർഷം എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം, 80% ഓഫ് വേജസ് നോട്ട് ചെയ്ത് വെക്കാം. എങ്ങനെയുള്ള അസുഖങ്ങൾക്കാണ്? ട്യൂബർകുലോസിസ്, ലെപ്രസി, ഫ്രാക്ചർ ആൻഡ് മാലിഗ്നൻസി. മാലിഗ്നൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? തീവ്രമായിട്ടുള്ളത്, ഇന്റൻസീവ് ആയിട്ടുള്ള, ഗുരുതരമായിട്ടുള്ള എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. അതായത് സാധാരണ എല്ലാ അസുഖങ്ങൾക്കല്ല, ഈ പറയുന്ന അസുഖങ്ങൾക്ക്, ഇപ്പൊ ക്ഷയരോഗം അല്ലെങ്കിൽ കുഷ്ഠരോഗം, ഫ്രാക്ചറോ മറ്റെന്തെങ്കിലും തീവ്രമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള അതിനെ മാരക രോഗങ്ങൾക്കൊക്കെ എന്ത് കിട്ടാറുണ്ട്? ആ ഒരു സിക്നസ് ബെനിഫിറ്റ് ഒന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് 2 വർഷ കാലയളവ് വരെ അവർക്ക് സിക്നസ് ബെനിഫിറ്റ് കിട്ടും. അതും എത്ര പെർസെന്റേജ് ബെനിഫിറ്റ് കൊടുക്കും? 80% ഓഫ് ദ വേജസ് കൊടുക്കും. അതായത് അവരുടെ പ്രതിദിന ശരാശരി വേതനത്തിന്റെ 80% അവർക്ക് എന്തായിട്ട് കൊടുക്കാണ്? സിക്നസ് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കാണ്. ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് നേരത്തെ നമ്മൾ സിക്നസ് ബെനിഫിറ്റിൽ പറഞ്ഞത് പരമാവധി 91 ദിവസം വരെയാണ്, അതും 70% മാത്രമേ കൊടുക്കുന്നുള്ളൂ. എക്സ്റ്റൻഡഡ് സിക്നസ് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പ്രത്യേക ഇതിൽ പെട്ട ചില അസുഖങ്ങൾക്ക് 2 വർഷ കാലയളവ് വരെ, അതും എന്താണ് പ്രതിദിന ശരാശരി വേതനത്തിന്റെ 80%, കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ, ഒരു 80% കൂടെ അവർക്ക് സിക്നസ് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ്. നമ്മൾ ESIയുടെ ആനുകൂല്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ബെനിഫിറ്റ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ല പോയിന്റ്? മൂന്നാമത്തേതാണ് എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ്. എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെച്ചപ്പെട്ട രീതിയിലുള്ള ചില എന്താ പറയാ സിക്നസ് ആനുകൂല്യങ്ങൾ. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? up to 7 days for male beneficiaries and 14 days for female beneficiaries in the event of sterilization. എന്താണ് സ്റ്റെറിലൈസേഷൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്? വന്ധ്യംകരണമാണ് കേട്ടോ. പണ്ടെന്നൊക്കെ അറിയാലോ, ഒരു കുടുംബത്തിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് മക്കൾ ഉണ്ടായിരിക്കും, ഒരുപാട് അവിടെ അങ്ങനെ എന്താ പറയാ നിയന്ത്രണങ്ങളൊന്നുമില്ല, ഒത്തിരിയേറെ ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ, മെമ്പേഴ്സിന്റെ എണ്ണം കൂടുതലായിരിക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ നോക്കുകയാണെങ്കിൽ മാക്സിമം ഒരു 2, മാക്സിമം ഒരു 3 അത്രേ ഉള്ളൂ അല്ലെ, അത്രയും കുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ പണ്ട് കാലങ്ങളിൽ ഇതായിരുന്നില്ല അവസ്ഥ. അപ്പോ അവിടെ അതുകൊണ്ടാണ് എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ്. ഇപ്പം വന്ധ്യംകരണ പ്രക്രിയകൾക്കൊക്കെ ആയിട്ട് അത്തരം സിറ്റുവേഷനിലൊക്കെ പുരുഷന്മാർക്ക് 7 ദിവസം വരെയും സ്ത്രീകൾക്ക് 14 ദിവസം വരെയും എന്ത് ലഭിക്കുന്നുണ്ട്? ഈ പറയുന്ന ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. അത് എത്ര ശതമാനം എന്നൊന്നും പറയുന്നില്ല, ഇത്ര ഡേയ്സ് അവർക്ക് ഈ ഒരു സ്റ്റെറിലൈസേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഇത്ര ദിവസം അവർക്ക് എന്ത് കൊടുക്കാറുണ്ട്? സിക്നസ് ബെനിഫിറ്റ് ആയി കൊടുക്കാറുണ്ട്. പുരുഷന്മാർക്ക് 7 ദിവസം, അത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ടു 7 days ഫോർ മെയിൽ ബെനിഫിഷ്യറീസ്, 14 days ഫോർ ഫീമെയിൽ ബെനിഫിഷ്യറീസ് കേട്ടോ. സ്ത്രീകൾക്കാണെങ്കിൽ 14 ദിവസം. നമ്മൾ ട്യൂബക്ടമി, വാസക്ടമി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതൊക്കെ വന്ധ്യംകരണ മാർഗങ്ങളാണ് കേട്ടോ. അപ്പൊ പുരുഷന്മാർക്ക് 7 ദിവസം വരെയും സ്ത്രീകൾക്ക് 14 ദിവസം വരെയും അവർക്ക് ബെനിഫിറ്റ് കൊടുക്കാറുണ്ട്. ഓക്കെ, സിക്നസ് ബെനിഫിറ്റ് കൊടുക്കാറുണ്ട്. എന്ത് പർപ്പസിനാണ്? സ്റ്റെറിലൈസേഷൻ ഇവന്റിൽ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തതാണ് മെറ്റേണിറ്റി ബെനിഫിറ്റ് അഥവാ പ്രസവാനുകൂല്യങ്ങൾ. ആ പേര് കേൾക്കുന്ന പോലെ നമുക്കറിയാല്ലേ. അവിടെ നോക്കിയേ, അറ്റ് ദ റേറ്റ് ഓഫ് ഫുൾ വേജസ് കേട്ടോ, അറ്റ് ദ റേറ്റ് ഓഫ് ഫുൾ വേജസ് ഫോർ എ പീരീഡ് ഓഫ് 180 days in case of pregnancy and 6 weeks in the event of miscarriage or MTP. MTP നമ്മൾ പഠിച്ചതാണ് കേട്ടോ. എന്താണ്? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. മാത്തമാറ്റിക്സിൽ പഠിച്ചതാണ് കേട്ടോ, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. അപ്പൊ എന്താണ് പ്രസവാനുകൂല്യങ്ങളെ കുറിച്ച് പറയുന്നത്? പ്രഗ്നൻസി പീരീഡില് 180 ദിവസം വരെ കേട്ടോ, പറയുമ്പോൾ ഏകദേശം ഒരു 4 മാസമാണ് ഈ പറയുന്നത്. അപ്പൊ പ്രഗ്നൻസി പീരീഡിൽ ഒരു 180 ദിവസം വരെയും. ഇനി മിസ്കാരേജ് പറഞ്ഞെന്താ? അബോർഷൻ വരിക. ഓക്കെ, അതുപോലെ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, അങ്ങനെയുള്ള കറക്റ്റ് ആണ് കേട്ടോ. സുഷ അറിയാം, വേറൊരാളുടെ കൂടെ കണ്ടില്ല, അത് പേര് നോക്കിയതന്നെ. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത്തരത്തില് അബോർഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന മെഡിക്കൽ ടെർമിനേഷൻ ഒക്കെ സമയത്ത് 6 ആഴ്ച വരെ ഫുൾ വേജസിലാണ്. മറ്റുള്ളിടത്തൊക്കെ 70%, 80% വേജസിലെ ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഇവിടെ ഫുൾ വേജസ് ആണ് അവർക്ക് എന്തായിട്ട് കൊടുക്കുന്നത്? ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഏതിൽ വരുന്നതാണ്? മെറ്റേണിറ്റി ബെനിഫിറ്റ് ആണ് കേട്ടോ. അപ്പൊ മറ്റുള്ള ആനുകൂല്യങ്ങൾ എന്താണ്? ആരെങ്കിലും വിളിച്ചോ?
ഞാൻ ഓൾ മ്യൂട്ട് കൊടുത്തില്ല അല്ലെ? ഓക്കെ, ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാൻ കേട്ടോ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ, വീട്ടില് സംസാരിച്ചായിരിക്കും അല്ലെ? ഓക്കെ, അപ്പൊ നോക്കാം. ഓക്കെ, ശരി. അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കൊടുക്കാൻ മറന്നുപോയായിരുന്നു. അപ്പൊ നോക്കാം, മെറ്റേണിറ്റി ബെനിഫിറ്റ് ക്ലിയർ ആയല്ലോ. അപ്പൊ പ്രഗ്നൻസി സമയത്ത് 180 ദിവസം വരെയും, ഇനി മിസ്കാരേജ് അല്ലെങ്കിൽ MTP മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി സമയത്ത് 6 ആഴ്ച വരെയും എന്ത് ലഭിക്കുന്നത്? ഫുൾ വേജസിലാണ് കേട്ടോ. ഫുൾ വേജസിൽ അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? മെറ്റേണിറ്റി ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ ആ ഡേയ്സും പെർസെന്റേജും ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്തതാണ് ഡിസേബിൾമെന്റ് ബെനിഫിറ്റ്. എന്താ വെച്ചാൽ എന്താണ്? വൈകല്യങ്ങൾക്കുള്ള ആനുകൂല്യമാണ് പറയുന്നത്. The temporary disabled person is given 90% of the wages in cash during the period of disablement. ഇവിടെ ഡിസേബിൾമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെർമനന്റ് ഡിസേബിൾമെന്റിനല്ല കേട്ടോ, ടെമ്പററി ഡിസേബിൾഡ് പേഴ്സൺ, അതായത് താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നിട്ട് അവര് എന്താണ് വൈകല്യം സംഭവിക്കുന്നത് താൽക്കാലികമായിട്ട്. അപ്പൊ അത്തരത്തില് ഒരു ടെമ്പററി ഡിസേബിൾഡ് പേഴ്സണ് താൽക്കാലികമായിട്ട് വൈകല്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു എന്താ ഡിസേബിൾമെന്റ് കാലയളവില് കേട്ടോ, ആ വൈകല്യത്തിന്റെ കാലയളവില് ഏകദേശം എന്താണ് അതന്നെ ഫ്രാക്ചർ ആയിട്ട് കറക്റ്റ് ആണ്, അങ്ങനെയൊക്കെ വൈകല്യങ്ങൾ സംഭവിക്കാമല്ലോ. അപ്പൊ ആ ഒരു ഡിസേബിൾമെന്റ് കാലയളവില് 90% ഓഫ് ദ വേജസ് അവർക്ക് എന്തായിട്ട് കൊടുക്കുന്നുണ്ട്? ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് ആയിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. 90% അവർക്ക് എന്ത് കൊടുക്കാണ്? ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കാണ്. ഏത് സമയത്ത്? ആ പീരീഡ് ഓഫ് ഡിസേബിൾമെന്റ് കേട്ടോ, ആ ഒരു ഡിസേബിൾമെന്റ് കാലയളവിൽ മാത്രം ഒരു 90% വേജസ് അവർക്ക് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കും. ഓക്കെ, അടുത്തതാണ് ഫ്യൂണറൽ ബെനിഫിറ്റ് കേട്ടോ. ശവസംസ്കാരങ്ങൾക്കുള്ള ആനുകൂല്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദ എൽഡസ്റ്റ് സർവൈവിംഗ് മെമ്പർ ഈസ് ഗിവൺ എൻ എമൗണ്ട് ഓഫ് 15,000 കേട്ടോ. അതൊന്ന് എമൗണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. 15,000 ഫോർ ദ ഫ്യൂണറൽ പർപ്പസ്. അതായത് ഒരു കുടുംബത്തിലെ ഏറ്റവും എന്താ പറയാ ജീവിച്ചിരിക്കുന്ന മുതിർന്ന വ്യക്തി കേട്ടോ, മരിച്ചയാളല്ല, ജീവിച്ചിരിക്കുന്ന മുതിർന്ന വ്യക്തിക്ക് എന്താണ് 15,000 രൂപ വരെ എന്തിന് കൊടുക്കാറുണ്ട്? ഫ്യൂണറൽ ബെനിഫിറ്റ് ആയിട്ട് ആനുകൂല്യമായിട്ട് കൊടുക്കാറുണ്ട്. മനസ്സിലായോ? കുടുംബത്തില് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന വ്യക്തിക്ക് 15,000 രൂപ വരെ എന്താണ് ഫ്യൂണറൽ ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് എന്താണ്? മെഡിക്കൽ ബെനിഫിറ്റ്. മെഡിക്കൽ ബെനിഫിറ്റ് നമുക്കറിയാം, ഓൾറെഡി ESI എന്ന് പറയുമ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. സോ അതിനകത്ത് മെഡിക്കൽ ബെനിഫിറ്റ് ഉണ്ട്. നമുക്ക് നോക്കാം. Member of the worker gets the medical cover that include the outdoor treatment specialist services, ambulance services and indoor services. അതായത് ഈ പറയുന്ന ഓരോ തൊഴിലാളികൾക്കും എന്ത് കിട്ടുന്നുണ്ട്? മെഡിക്കൽ കവറേജ് ലഭിക്കുന്നുണ്ട് അല്ലെ? എന്തിനൊക്കെയാണ്? അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ഔട്ട്ഡോർ ട്രീറ്റ്മെന്റ് സ്പെഷ്യലിസ്റ്റ് സർവീസസ് എന്ന് വെച്ചാൽ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ സർവീസസിന് വേണ്ടിയിട്ടുള്ള ചെലവുകള്, പിന്നെ ആംബുലൻസ് സർവീസസ്, ആംബുലൻസ് ചെലവുകള്, ഇൻഡോർ സർവീസസ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻപേഷ്യന്റ് അല്ലെ, അഡ്മിറ്റ് ആയിട്ട് കിടക്കുമ്പോൾ വരുന്ന മെഡിക്കൽ എക്സ്പെൻസസുകൾക്കുള്ള പരിരക്ഷകളെല്ലാം തന്നെ ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം സിമ്പിൾ അല്ലേ? നമ്മൾ ESI എന്താന്ന് പഠിച്ചു, ESIയുടെ ബെനിഫിറ്റുകൾ നമ്മൾ കണ്ടു. സിക്നസ് ബെനിഫിറ്റ് എന്താ പറഞ്ഞത്? 70% പരമാവധി ഒരു വർഷത്തിലാണ് കേട്ടോ, ഒരു വർഷത്തിൽ പരമാവധി 91 ദിവസം വരെ എന്ത് ലഭിക്കുന്നുണ്ട്? 70% കേട്ടോ. അവരുടെ പ്രതിദിന ശരാശരി വേതനത്തിന്റെ എന്താണ് 70% സിക്നസ് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നു. ആ 70% എന്നുള്ളതും 91 ഡേയ്സ് എന്നുള്ളതും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ എക്സ്റ്റൻഡഡ് സിക്നസ് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ ഇപ്പൊ പറഞ്ഞ സിക്നസ് ബെനിഫിറ്റിന് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എന്ത് പറയുമ്പോൾ അവിടെ 80%, അതായത് പ്രതിദിന ശരാശരി വേതനത്തിന്റെ 80%, അതും 2 വർഷ കാലയളവിലൊക്കെ ആയിട്ട് എന്ത് ലഭിക്കാണ്? എക്സ്റ്റൻഡഡ് സിക്നസ് ബെനിഫിറ്റ് ലഭിക്കാണ്. എല്ലാ അസുഖങ്ങൾക്കും ലഭിക്കോ? ഇല്ല. ചില പെർട്ടിക്കുലർ അസുഖങ്ങൾക്ക് അത് പ്രത്യേകം അവിടെ പറയുന്നുണ്ട്. ട്യൂബർകുലോസിസ്, ലെപ്രസി, ഫ്രാക്ചർ, മാലിഗ്നൻസി, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ 2 വർഷ കാലയളവില് അതും 80% ഓഫ് വേജസ് അവർക്ക് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ, പിന്നെ നമ്മൾ കണ്ടത് എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് ആണ്, കുറെ കൂടെ മെച്ചപ്പെട്ട രീതിയിലുള്ളത്. അതായത് ഇപ്പം വന്ധ്യീകരണ സംഭവങ്ങളില്, വന്ധ്യീകരണ ശസ്ത്രക്രിയയുടെ ഒക്കെ ഭാഗമായിട്ട് പുരുഷ ഗുണഭോക്താക്കൾക്ക് 7 ദിവസം വരെയും സ്ത്രീകൾക്കാണെങ്കിൽ 14 ദിവസം വരെയും ഇത് ലഭിക്കുന്നുണ്ട്. സിക്നസ് ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മള് എന്താണ് ശ്രീലക്ഷ്മി? മാലിഗ്നൻസി എന്ന് പറഞ്ഞാൽ ഇന്റൻസീവ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ.
തീവ്രമായത്, ഗുരുതരമായ എന്ത് അസുഖങ്ങളും ആവാം ട്ടാ. അതാണ് മാലിഗ്നൻസി, അതന്നെ മാരക രോഗം. ഓക്കെ, നേരത്തെ പറഞ്ഞിരുന്നു ട്ടോ, ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. പിന്നെ മെറ്റേണിറ്റി ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ മനസ്സിലാവില്ല, അവിടെ ഫുൾ വേജസ് ആണ് ലഭിക്കുന്നത്. പ്രഗ്നൻസി ടൈമില് 180 ദിവസം വരെ ഫുൾ വേജസും. ഇനി ഒരു മിസ്കാരേജ്, അബോർഷനോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ടെർമിനേഷൻ, പ്രഗ്നൻസി നിർത്തുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് 6 ആഴ്ച വരെ അവർക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? സിക്നസ് ബെനിഫിറ്റ്. സിക്നസ് അല്ല, അവിടെ മെറ്റേണിറ്റി എന്നാണ് കേട്ടോ, മെറ്റേണിറ്റി ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ വന്ധ്യംകരണം കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ലായിരുന്നോ? സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ വന്ധ്യംകരണം കേട്ടോ. വന്ധ്യംകരണം, ട്യൂബക്ടമി, വാസക്ടമി എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങള്? അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കേട്ടോ. ഓക്കെ, അടുത്തതാണ് ഡിസേബിൾമെന്റ്. ഓക്കെ, അതൊക്കെ ഞാൻ ക്ലാസ്സിൽ പറയുന്നുണ്ട്, പലരും ഇടയ്ക്ക് കയറി വരുമ്പോഴാണ് പ്രശ്നം വരുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ ഓരോ വാക്കും ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ പറയുന്ന എനിക്കറിയാം, അതുകൊണ്ട് എല്ലാ മിസ്സുമാരും ഓരോ വാക്കും വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? വൈകല്യങ്ങളുടെ കാലയളവ്, താൽക്കാലികമായിട്ട് വൈകല്യങ്ങളുള്ള സമയത്ത് ആ വൈകല്യത്തിന്റെ കാലയളവിൽ കേട്ടോ, അതിനൊരു 90% എന്ത് ലഭിക്കുന്നുണ്ട്? വേതനം അവർക്ക് എന്തായിട്ട് കൊടുക്കുന്നുണ്ട്? ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ഫ്യൂണറൽ ബെനിഫിറ്റ് ആണ് കേട്ടോ. അത് നമ്മൾ പറഞ്ഞത് ഒരു കുടുംബത്തില് ജീവിച്ചിരിക്കുന്ന മുതിർന്ന വ്യക്തിക്ക് 15,000 രൂപ വരെ എന്ത് ലഭിക്കുന്നുണ്ട്? ശവസംസ്കാര ആനുകൂല്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ലാസ്റ്റ് പറഞ്ഞത് മെഡിക്കൽ ബെനിഫിറ്റ് ആണ്. ഇത് നമുക്കറിയാലോ, ESI ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ സർവീസസിനാണെങ്കിലും ആംബുലൻസ് സേവനങ്ങൾക്കാണെങ്കിലും ഇനി ഇൻഡോർ സർവീസസ്, ഇൻ പേഷ്യന്റ് ആയിട്ട് ഇരിക്കുന്ന, അതായത് അഡ്മിറ്റ് ആയിട്ട് വരുന്ന മെഡിക്കൽ എക്സ്പെൻസസിനൊക്കെയുള്ള മെഡിക്കൽ ബെനിഫിറ്റ് അതിലൂടെ ലഭിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം ക്ലിയർ ആണല്ലോ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ESI എന്താണെന്നും അതിലൂടെ ലഭിക്കുന്ന ബെനിഫിറ്റ്. ഓക്കെ, ഇനി അടുത്തതാണ് കേട്ടോ, ഹൗ ടു കാൽക്കുലേറ്റ് ESI വിത്ത് എൻ എക്സാമ്പിൾ. ഇനി നമുക്ക് തന്നെ ESI വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് നമ്മൾ മുന്നേ പഠിച്ചൊരു കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റ് വെച്ചിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മളൊരു പോയിന്റ് ESIനകത്ത് പറഞ്ഞിരുന്നു. ഇവിടെ അതെ, ഈ ഒരു പോയിന്റ് ആണ് കേട്ടോ, 4ാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞിരുന്നു. എംപ്ലോയീസ് ആൻഡ് എംപ്ലോയീസ് ഷെയർ ദ പ്രീമിയം ഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. Employees pay on average 0.75% of wage. Employees contribute 3.25% of the wage bill. അങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? അതായത് എംപ്ലോയറും എംപ്ലോയീസും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ESIയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ജീവനക്കാരാണെങ്കിൽ 0.75%, നമ്മളുടെ എംപ്ലോയർ തൊഴിലുടമകളാണെങ്കിൽ 3.25% ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആ ഒരു കണക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒരു സിമ്പിൾ കാൽക്കുലേഷൻ ആണ് അവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് തന്നെ ഒരു ഞാൻ തരാം, അത് വെച്ച് നിങ്ങൾ അടുത്ത ദിവസം ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ലെറ്റ്സ് സേ ദ കാൽക്കുലേറ്റഡ് വേജസ് ആസ് പെർ ദ ESI ആക്ട് 1948. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് കേട്ടോ. ESI ആക്ട് എന്നാണ് 1948. INR 20,000 കേട്ടോ, ഒരു 20,000 രൂപ മാസശമ്പളം, 20,000 രൂപയ്ക്ക് ഒരു ESI കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ പറഞ്ഞല്ലോ 21,000 രൂപയ്ക്ക് താഴെ വേതനമുള്ളവർക്ക് മാത്രമേ ഈ ഒരു ആനുകൂല്യം ലഭിക്കുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ ഒരു 20,000 രൂപ മാസശമ്പളം ഉള്ള വ്യക്തിയുടെ ഒരു ESI കാൽക്കുലേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, INR എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റുപ്പീനാണ് കേട്ടോ, ഇന്ത്യൻ റുപ്പീനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് INR. ഓക്കെ, then the contributions will be calculated using the ESI calculation formula as below. നോക്കൂ, particulars calculation amount. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എംപ്ലോയർ എന്ന് പറഞ്ഞാൽ ആരാണ്? തൊഴിലുടമകളാണ് കേട്ടോ. എംപ്ലോയറും എംപ്ലോയി വേർഡുകൾ തമ്മിൽ മാറിപ്പോകരുത്. എംപ്ലോയർ എന്ന് പറഞ്ഞാൽ തൊഴിലുടമയാണ്, തൊഴിൽ ദാതാക്കളാണ്. അവര് 3.25% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. 20,000 രൂപയുടെ 3.25 എങ്ങനെ കാണും? 20,000 into 3.25 divided by 100. എത്ര വരും എന്നറിയോ? 650 കേട്ടോ, 650 വരും. ഓക്കെ, ഇനി എംപ്ലോയീസിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? 0.75% ആണ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. 20,000 രൂപയുടെ 0.75% എങ്ങനെ കാണും? 20,000 into 0.75 divided by 100. എത്ര കിട്ടും? 150. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്രയാണ് വരുന്നത്? 800 രൂപ. അപ്പൊ 800 രൂപയാണ് അവിടെ എംപ്ലോയറും എംപ്ലോയിയും കൂടിയിട്ട് എന്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ESIയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്.
ഓക്കെ, ക്ലിയർ ആയോ? കാൽക്കുലേഷൻ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു 4% ആണ് എംപ്ലോയറും എംപ്ലോയിയും കൂടിയിട്ട് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ESIയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഒരു 15,000 രൂപ കേട്ടോ, 15,000 15,000 രൂപയ്ക്ക് ESI ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തൊന്ന് നോക്കിയിട്ട് കേട്ടോ. വീട്ടിൽ ഇരിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്ക്. എന്നിട്ട് എത്രയും കിട്ടണേന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ ഒന്ന് പറയുന്നു കേട്ടോ. 15,000 20,000 ചെയ്തതുപോലെ നിങ്ങൾ ഒരു 15,000 രൂപയുടെ ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ. എന്നിട്ട് എത്ര എമൗണ്ട് കിട്ടിയെന്ന് എന്നോട് പറയണം, ഞാൻ അടുത്ത ദിവസം ചോദിക്കും കേട്ടോ. ഒന്ന് ചെയ്ത് നോക്ക്. ഓക്കെ, അത്രയേ ഉള്ളൂ. മനസ്സിലായതാ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയാ കേട്ടോ, മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ബോറടിക്കുന്നുണ്ടെങ്കിൽ 12 മണി വരെ ക്ലാസ് ഉണ്ടല്ലോ, ഇടയ്ക്കൊന്ന് ബോറടിക്കും. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്തൊന്ന് പറയുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ഒക്കെ ഒന്ന് സംസാരിച്ചിട്ട് പിന്നെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, നോക്കാം. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമാണ് കേട്ടോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം, അതിനെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് CGHS എന്നാണ് കേട്ടോ പറയാ. CGHS കേട്ടോ. അപ്പൊ CGHSന്റെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വെക്കണം. എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. ഓക്കെ, അതിനൊന്നുമില്ല, കുറച്ച് പോയിന്റ് പഠിക്കാനുള്ളൂ. നമുക്കൊന്ന് വായിക്കാം. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം CGHS, one of the oldest health insurance schemes introduced by the government of India, is currently in effect. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എന്താണ് പറയുന്നത്? CGHS എന്ന് പറഞ്ഞാല് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം ആണ് കേട്ടോ. അതെന്ന് പറഞ്ഞാല് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പഴയ, വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എന്നാണ് പറഞ്ഞത്. ഏറ്റവും പഴയ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് നമ്മുടെ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ നിലവില് പഴയതാണെങ്കിൽ കൂടി ഇപ്പോഴും എന്തുണ്ടത്? പ്രാബല്യത്തിനുണ്ട്. അങ്ങനെയുള്ള ഒരു സ്കീമാണ് കേട്ടോ CGHS എന്ന് പറയുന്നത്. 1954 ഈ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, PSI ആക്ട് 1948 കേട്ടോ, 1948. അപ്പൊ അതിന് ശേഷമാണ് കേട്ടോ 1954 ഈ പറയുന്ന CGHS സ്കീം നമ്മുടെ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഏറ്റവും വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. പക്ഷെ ഇപ്പോഴും എന്തുണ്ടത്? നിലവില് പ്രാബല്യത്തിലുണ്ട് കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. പിന്നെ മാത്രമല്ല, ഈ ഒരു ഇൻഷുറൻസ് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമാണ്. അപ്പൊ കൂടുതലും എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ്, അതുപോലെ തന്നെ പെൻഷൻകാര്, അവർക്കൊക്കെ ഒരുപാട് ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുന്ന ഒരു സ്കീമും കൂടെയാണ്. അത് മാത്രമല്ല, അവർക്കൊരു നല്ല എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു പരിരക്ഷ കൊടുക്കാനായിട്ട് ഒരുപാട് ബെനിഫിറ്റുകൾ കൊടുക്കുന്ന ഒരു സ്കീമും കൂടെയാണ് ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. അത്ര മാത്രമാണ് ആ ഒരു പാരഗ്രാഫിനകത്ത് അവർ പറയുന്നുള്ളൂ കേട്ടോ. നമുക്കൊന്ന് ജസ്റ്റ് വായിക്കാം. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം CGHS, one of the oldest health insurance schemes introduced ആരാണ്? by the government of India, is currently in effect. The scheme which was introduced in the year 1954, underline ചെയ്ത് വെക്കാം കേട്ടോ. CGHS സ്കീം എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1954 കേട്ടോ, 1954. provides the health insurance coverage to central government employees and pensioners കേട്ടോ. പ്രധാനമായിട്ടും സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാർ, പെൻഷൻകാർക്കൊക്കെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുന്ന ഒരു സ്കീമാണ് കേട്ടോ അത്. The large volume of beneficiaries connected with this scheme makes it a distinctive one. This scheme accompanies a range of benefits to provide extensive coverage to the government employees or pensioners and their families. അത് പോയിന്റ് ഒന്നുമല്ല പറയുന്നത്. കാര്യം എന്താന്ന് വെച്ചാല് ഈ ഒരു സ്കീം ഒരുപാട് ഗുണഭോക്താക്കൾക്ക് എന്താണ് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനും പെൻഷനേഴ്സിനും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ നല്ല രീതിയിൽ ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുന്ന രീതിയിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീമാണ്. അതുകൊണ്ടാണ് മറ്റ് സ്കീമിൽ നിന്നും ഈ ഒരു സ്കീം കുറേ കൂടെ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ട് ഒരു പ്രത്യേക രീതിയിൽ മുന്നിട്ട് നിൽക്കുന്നതെന്നാണ് അവർ പറയുന്നത്. നമ്മൾ പഠിച്ചു വെക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. CGHSന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കാം. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം ആണെന്ന് പഠിച്ചു വെക്കാം. എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു? 1954 ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്തിനുള്ള ഇൻഷുറൻസ് ആണ്? ഇതിനുള്ള ഇൻഷുറൻസ് ആണ് ഇറ്റ് പ്രൊവൈഡ്സ് ദ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ടു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് കേട്ടോ. സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനും പെൻഷനേഴ്സിനും കൊടുക്കുന്ന ഒരു ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയാണ് CGHS എന്ന് പറയുന്നത്. ആ ഒരു 3 പോയിന്റ് മാത്രം നിങ്ങൾ അവിടെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ അതിനകത്ത്. ഇനി നോക്കൂ ബെനിഫിഷ്യറീസ് കേട്ടോ. ഇനി ഈ ഒരു സ്കീമിന്റെ
ഗുണഭോക്താക്കള് ആരൊക്കെയാണ്, ആർക്കൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. ബെനിഫിഷ്യറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ബെനിഫിറ്റ് പറ്റുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ ഗുണഭോക്താക്കൾ എന്ന് പറയും കേട്ടോ. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ആരൊക്കെയാണ് ഇതിന്റെ ഈ ഒരു സ്കീമിന്റെ ഗുണഭോക്താക്കള് ആരൊക്കെയാണ്. അപ്പൊ വലിയ വലിയ ആൾക്കാരൊക്കെയാണ്, സെൻട്രൽ ഗവൺമെന്റ് എന്താ പറയാ എംപ്ലോയീസ് ഒക്കെയാണ് കേട്ടോ. ഒന്നാമത്തത് ഓൾ സെൻട്രൽ ഗവൺമെന്റ്, അതന്നെ ഗുണം കിട്ടുന്നത് ആർക്കൊക്കെയാണെന്ന് കേട്ടോ. ഓൾ സെൻട്രൽ ഗവൺമെന്റ് സർവൻസ് കേട്ടോ, എല്ലാ സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്ക് ലഭിക്കുന്നുണ്ട്. രണ്ടാമത്തത് പെൻഷനേഴ്സ് ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ്, സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള പോയ ആൾക്കാർ, പെൻഷനേഴ്സും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും കേട്ടോ, അവരുടെ കുടുംബാംഗങ്ങൾക്കും. അതുപോലെ തന്നെ ഹോണറബിൾ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് കേട്ടോ, നമ്മുടെ പാർലമെന്റിലെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ കേട്ടോ, ഹോണറബിൾ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് അല്ലെ, നമ്മുടെ നിയമനിർമ്മാണ സഭയാണ് അല്ലെ പാർലമെന്റ്. ഓക്കെ, പാർലമെന്റ് അംഗങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോണറബിൾ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, നമ്മുടെ എന്താണ് സുപ്രീം കോർട്ട് അല്ലെ, സുപ്രീം കോടതി ജഡ്ജസിനൊക്കെ അതിന്റെ ഗുണഭോക്താക്കളാണ്, അതിന്റെ ഗുണം ലഭിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെന്താണ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് ഓഫ് ഓട്ടോനോമസ് ബോഡീസ് കവേർഡ് അണ്ടർ CGHS, അതായത് നമ്മൾ ഈ പറഞ്ഞ CGHSന്റെ കീഴില് പ്രവർത്തിക്കുന്ന ഓട്ടോനോമസ് ബോഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വയംഭരണ സ്ഥാപനങ്ങൾ കേട്ടോ. ഓട്ടോനോമസ് ബോഡി എന്താണ്, സ്വയംഭരണ സ്ഥാപനം, റെയിൽവേ, ഇന്ത്യൻ റെയിൽവേ, അതുപോലെ അങ്ങനെയൊക്കെ ഉണ്ട്. അവര് എന്താ പറയാ CGHSന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവിടുത്തെ എംപ്ലോയീസ്, അവർക്കൊക്കെ ലഭിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും CGHSന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്കും എംപ്ലോയീസിനും പെൻഷനേഴ്സും ഒക്കെ ഇതിന്റെ ബെനിഫിഷ്യറീസ് ആണ് കേട്ടോ, ഗുണഭോക്താക്കളാണ്. ഓക്കെ, അടുത്തത് എന്താണ്, ഫോർമർ ജഡ്ജസ് ഓഫ് ഹോണറബിൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആൻഡ് ഹോണറബിൾ ഹൈക്കോർട്ട്സ്, അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ മുൻ ജഡ്ജിമാര് കേട്ടോ, നിലവിലുള്ളവർക്കും കിട്ടുന്നുണ്ട്, മുൻ ജഡ്ജിമാർക്കും അതിന്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. അതുപോലെ ഫ്രീഡം ഫൈറ്റേഴ്സ് കേട്ടോ, അറിയാലോ സ്വാതന്ത്ര്യ സേനാനികളൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയീസ് ഓഫ് ദ റെയിൽവേ ബോർഡ് കേട്ടോ, എംപ്ലോയീസ് ഓഫ് ദ റെയിൽവേ ബോർഡ്, ഒരു കോമ ഇട്ട് കൊടുക്കണം കേട്ടോ, ഇവിടെ ഒരു കോമ വേണം, അല്ലെങ്കിൽ ഇത് ഈ ജേർണലിസ്റ്റ് എന്ന് തുടങ്ങുന്നത് രണ്ടാമത്തെ വേറൊരു പോയിന്റ് ആയിട്ടായാലും പറഞ്ഞാൽ മതി കേട്ടോ. ഒന്നില്ലെങ്കിൽ ഇവിടെ ഒരു കോമ ഇടാം, അല്ലെങ്കിൽ ഇതൊരു പോയിന്റ് ആണ് കേട്ടോ. ജേർണലിസ്റ്റ് എന്ന് തുടങ്ങുന്നത് വേറൊരു പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. എംപ്ലോയീസ് ഓഫ് ദ റെയിൽവേ ബോർഡ്, അറിയാലോ റെയിൽവേ ബോർഡ് എംപ്ലോയീസ്. അതുപോലെ ജേർണലിസ്റ്റ് ഹു ആർ ദ മെമ്പേഴ്സ് ഓഫ് പ്രസ് അസോസിയേഷൻ, പ്രസ് അസോസിയേഷന്റെ അംഗങ്ങളായിട്ടുള്ള ജേർണലിസ്റ്റുകൾ, ഇവർക്കൊക്കെ എന്തിന്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്, ഈ പറയുന്ന CGHSന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. രണ്ട് പോയിന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കാട്ടോ. 2 പോയിന്റ് ആണ്, എംപ്ലോയീസ് ഓഫ് ദ റെയിൽവേ ബോർഡ്, അതുപോലെ തന്നെ ജേർണലിസ്റ്റ് ഹു ആർ ദ മെമ്പേഴ്സ് ഓഫ് പ്രസ് അസോസിയേഷൻ. ക്ലിയർ ആണല്ലോ ഞാൻ പറയുന്നത്? ഓക്കെ, അടുത്തത് സിവിലിയൻ എംപ്ലോയീസ് ഓഫ് ഡിഫൻസ് കേട്ടോ, നമ്മുടെ ഡിഫൻസ് ഉണ്ടല്ലോ, പ്രതിരോധത്തിലുള്ള സിവിലിയൻ എംപ്ലോയീസ്. സിവിലിയൻ എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അവര് ആർമഡ് ഫോഴ്സിന്റെ ഭാഗമല്ല, പട്ടാളക്കാരല്ല, പക്ഷെ എന്താണ് ആർമഡ് ഫോഴ്സസിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും ഡിഫൻസിൽ. ഇപ്പൊ എഞ്ചിനീയേഴ്സോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയാ സയന്റിസ്റ്റുകള്, അങ്ങനെയുള്ള ആൾക്കാർ, അതുപോലെ ടെക്നിക്കൽ സ്റ്റാഫുകള്, ക്ലറിക്കൽ സ്റ്റാഫുകള്, സപ്പോർട്ടിംഗ് സ്റ്റാഫുകളാണ്. ആർമഡ് ഫോഴ്സസിന്റെ ഭാഗമല്ല, പക്ഷെ നമ്മുടെ ആർമഡ് ഫോഴ്സസിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് സ്റ്റാഫുകൾ കേട്ടോ, അതായത് റിസർച്ചേഴ്സ്, സയന്റിസ്റ്റുകള്, ഈ പറയുന്ന മെഡിക്കൽ ടെക്നിക്കൽ സ്റ്റാഫുകൾ, ക്ലറിക്കൽ സ്റ്റാഫുകള്, അങ്ങനെയുള്ളവര് കേട്ടോ. അപ്പൊ അവരെയാണ് ഉദ്ദേശിക്കുന്നത്, അവരൊക്കെയാണ് സിവിലിയൻ എംപ്ലോയീസ് ഓഫ് ഡിഫൻസ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളവരും ഇതിന്റെ ഗുണഭോക്താക്കളാണ്. മനസ്സിലായല്ലോ? CGHSന്റെ ഗുണഭോക്താക്കളാണ് നമ്മൾ. എല്ലാ സെൻട്രൽ ഗവൺമെന്റ് സർവീസിന് അവിടെ നിന്ന് പെൻഷൻ പറ്റിയ ആൾക്കാർ അല്ലെ, പെൻഷനേഴ്സ്, അവരുടെ കുടുംബാംഗങ്ങൾക്ക്, അതുപോലെ പാർലമെന്റ് അംഗങ്ങൾക്ക്, സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്ക്, അതുപോലെ സുപ്രീം കോടതി ഹൈക്കോടതിയിലെ മുൻ ജഡ്ജിമാര്, പിന്നെ ഫ്രീഡം ഫൈറ്റേഴ്സിന്, റെയിൽവേ ബോർഡ് ജീവനക്കാർക്ക്, അതുപോലെ പ്രസ് അസോസിയേഷൻ അംഗമായിട്ടുള്ള ജേർണലിസ്റ്റുകൾക്ക്, പിന്നെ ഡിഫൻസിലെ സിവിലിയൻ എംപ്ലോയീസിനൊക്കെ ഇതിന്റെ എന്ത് ലഭിക്കുന്നുണ്ട്, ബെനിഫിറ്റുകൾ ലഭിക്കുന്നുണ്ട്. ഇവരാണ് അതിന്റെ പ്രധാനപ്പെട്ട ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായി? അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെ താഴേക്കിടയിലുള്ള ആൾക്കാരെ അധികം ഫോക്കസ് ചെയ്യുന്നില്ല കേട്ടോ, ദുർബല വിഭാഗങ്ങളെ അധികം ഫോക്കസ് ചെയ്യുന്നില്ല. ഇത് പറഞ്ഞപ്പോ മനസ്സിലാകും, അത്യാവശ്യം ഒരു സെൻട്രൽ ഗവൺമെന്റ് ആ ലെവലിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കാണ് അതിന്റെ പരിരക്ഷ കൂടുതൽ ലഭിക്കുന്നത് കേട്ടോ. അതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാം. ഇനി നോക്കുക, അണ്ടർ ദിസ് സ്കീം the eligible central government employees can get the following health insurance benefit.
അപ്പൊ നമ്മൾ ബെനിഫിഷ്യറീസ് ആരൊക്കെയാണെന്ന് പഠിച്ചു. ഇനി ഈ ബെനിഫിഷ്യറീസിന്, ഈ ഗുണഭോക്താക്കൾക്ക് എന്തെല്ലാം ബെനിഫിറ്റുകളാണ് ഈ ഒരു ഇൻഷുറൻസ് മൂലം അല്ലെങ്കിൽ ഈ ഒരു സ്കീമിലൂടെ ലഭിക്കുന്നത്, എന്തൊക്കെ ബെനിഫിറ്റുകൾ ലഭിക്കുന്നുണ്ട് അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഒരു 6 പോയിന്റ് ഉണ്ട് കേട്ടോ, സിമ്പിൾ പോയിന്റ്സ് ആണ്. ഒന്നാമത്തത് കവർ ഫോർ PPF, ട്രീറ്റ്മെന്റ് ആൻഡ് ഇഷ്യൂവൻസ് ഓഫ് മെഡിസിൻസ്. കവർ ഫോർ PPF. എന്താണ് PPF എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്നാണ് കേട്ടോ. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, PPF. PF നമുക്കറിയാലോ, പ്രൊവിഡന്റ് ഫണ്ട് നമുക്കറിയാം അല്ലെ, ഒരു ലോങ് ടേം ആയിട്ടുള്ള ശരിക്കും ഒരു സേവിങ് സ്കീമാണ് അല്ലെ. PF എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എത്തിക്സിൽ പഠിച്ചിട്ടുണ്ട്. ഒരു ലോങ് ടേം സേവിങ് സ്കീമാണ്. അതെന്ന് പറഞ്ഞാൽ ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ളതും നികുതി രഹിതവുമായിട്ടുള്ള ഒരു എന്താ പറയാ സേവിങ് സ്കീമാണ് PF എന്ന് പറയുന്നത്. അതെ, അപ്പൊ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിനായിട്ടുള്ള കവറേജ് എന്ന് പറഞ്ഞാല് ഈ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ട് ഉടമകൾ ഉണ്ടല്ലോ, അവർക്ക് കൊടുക്കുന്ന ഒരു ഇൻഷുറൻസ് പരിരക്ഷയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു PF അക്കൗണ്ട് എന്ന് വെച്ചാൽ PF ഉടമ മരണപ്പെട്ട് കഴിഞ്ഞാല് അവർക്കുള്ള ആ ഒരു ബെനിഫിറ്റ് അവരുടെ നോമിനീസിന് കിട്ടുകയാണ്. എന്ന് വെച്ചാൽ അവരുടെ ആശ്രിതർക്ക്, നോമിനീസ് മക്കൾക്കോ ഭാര്യയ്ക്കോ അങ്ങനെ എല്ലാവർക്കും കിട്ടുകയാണ്. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിനായിട്ടുള്ള കവറേജ് എന്നാണ് പറയുന്നത്. PF-നായിട്ടുള്ള കവറേജ്, അതായത് PF ഫണ്ട് ഉടമകൾക്ക് ലഭിക്കുന്ന ഇൻഷുറൻസ് കവറേജ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ആൻഡ് ഇഷ്യൂവൻസ് ഓഫ് മെഡിസിൻസ് കേട്ടോ. ഇഷ്യൂവൻസ് എന്നാണ് കേട്ടോ, ഇൻഷുറൻസ് അല്ല, കറക്റ്റ് ആണ് കേട്ടോ അവരുടെ ഇഷ്യൂവൻസ് എന്നാണ് കേട്ടോ. അതായത് ചികിത്സയ്ക്കും മരുന്നുകളുടെ വിതരണത്തിനൊക്കെ ആയിട്ട് ലഭിക്കുന്ന ആ ഒരു പരിരക്ഷ അതിലൂടെ അവർക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. രണ്ടാമത്തത് കവർ ഫോർ ദ കൺസൾട്ടേഷൻ വിത്ത് സ്പെഷ്യലിസ്റ്റ് അറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്. അതായത് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലെ സ്പെഷ്യലിസ്റ്റുകളുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നതിനുള്ള അല്ലെ, ആ ഒരു കൺസൾട്ടേഷൻ ഫീസും കാര്യങ്ങളും അതിനുള്ള ഇൻഷുറൻസ് പരിരക്ഷയും ഈ ഒരു സ്കീമിലൂടെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, കവർ ഫോർ കൺസൾട്ടേഷൻ വിത്ത് സ്പെഷ്യലിസ്റ്റ് അറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, ഇൻഡോർ ട്രീറ്റ്മെന്റ് അറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആൻഡ് എംപാനൽഡ് ഹോസ്പിറ്റൽസ്. അതായത് നമ്മുടെ സർക്കാർ ആശുപത്രികളിലെയും എംപാനൽഡ് ഹോസ്പിറ്റൽസിനെയും എന്താണ് ഇൻഡോർ ട്രീറ്റ്മെന്റിനായിട്ടുള്ള ചെലവുകൾ. ഇൻഡോർ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻപേഷ്യന്റ് ട്രീറ്റ്മെന്റ് ആണ്. അവിടെ അഡ്മിറ്റ് ആയി കിടന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന മെഡിക്കൽ എക്സ്പെൻസുകളൊക്കെ വഹിക്കാനുള്ള ഒരു എന്താ പറയുക കവറേജ് ഈ ഒരു സ്കീമിലൂടെ ലഭിക്കുന്നുണ്ട് കേട്ടോ. ഗവൺമെന്റ് ഹോസ്പിറ്റലിലും എംപാനൽഡ് ഹോസ്പിറ്റൽ. എംപാനൽഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എംപാനൽഡ് ഹോസ്പിറ്റല് അതായത് വേറൊന്നല്ല ഉദ്ദേശിക്കുന്നത്, ഈ ഒരു എന്താ പറയുക ഇൻഷുറൻസ് കൊടുക്കാനായിട്ട്, ഇൻഷുറൻസ് മെഡിക്കൽ സേവനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ചില ഹോസ്പിറ്റൽസ് ഉണ്ടായിരിക്കും അല്ലെ. ഇൻഷുറൻസ് കമ്പനിയും സർക്കാരൊക്കെ കൂടി സെലക്ട് ചെയ്ത മറ്റ് ഹോസ്പിറ്റലുകൾ, അത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല, മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലും ഈ സർവീസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ അവര് ഈ ഇൻഷുറൻസ് കമ്പനിയും സർക്കാരൊക്കെ കൂടെ സെലക്ട് ചെയ്തിട്ടുള്ള മെഡിക്കൽ സേവനങ്ങൾ പോളിസി ഹോൾഡർക്ക് കൊടുക്കാനായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ള ചില ഹോസ്പിറ്റലുകൾ ഉണ്ടാവും. നമ്മുടെ കേരളത്തിലെ മെഡിസെപ്പ് ഇൻഷുറൻസ് ഉണ്ട് അല്ലെ. ഈ മെഡിസെപ്പ് കാർഡ് ഉണ്ടായിരിക്കും. ഈ മെഡിസെപ്പ് ഉള്ളവർക്ക് സർക്കാർ ആശുപത്രിയിൽ മാത്രമല്ല ചികിത്സ കിട്ടാം, അവർ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള കുറെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത്തരം ഹോസ്പിറ്റലിൽ നിന്നും ഈ ഒരു ഇൻഷുറൻസ് പരിരക്ഷ അവർക്ക് ലഭിക്കും. ഓക്കെ, കൂടുതലും എന്താണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിനേക്കാളും കൂടുതൽ എണ്ണത്തിൽ എന്താണ് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അല്ലെ അധികമുള്ളത്. സർക്കാർ ആശുപത്രികളിൽ നിന്നും ലഭിക്കും. അതുപോലെ അവർ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഉണ്ടാവും, അതിനകത്ത് പ്രൈവറ്റും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അതിനെയാണ് എംപാനൽഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞത്. അവർ അംഗീകരിച്ചിട്ടുള്ള ചില ഹോസ്പിറ്റലുകളുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഈ പറയുന്ന ഒരു ഇൻപേഷ്യന്റ് ട്രീറ്റ്മെന്റിനായിട്ടുള്ള എക്സ്പെൻസ് അതിനൊക്കെയുള്ള കവറേജ് ലഭിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇൻഡോർ ട്രീറ്റ്മെന്റ് അറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആൻഡ് എംപാനൽഡ് ഹോസ്പിറ്റൽസ്. നാലാമത്തെ പോയിന്റ് ഇതാണ്, കവർ ഫോർ ഫാമിലി വെൽഫെയർ സർവീസസ്. കുടുംബക്ഷേമ സേവനങ്ങൾക്കുള്ള പരിരക്ഷകളൊക്കെ ലഭിക്കുന്നുണ്ട് കേട്ടോ. കുടുംബക്ഷേമം എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കുടുംബത്തിനും കൂടെയുള്ള അല്ലെ അത്തരം കുടുംബക്ഷേമ സേവനങ്ങൾക്കുള്ള പരിരക്ഷയും അതിലൂടെ ലഭിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് മാത്രമല്ല, അവരുടെ ഫാമിലി മെമ്പറിനും എന്തെങ്കിലും എന്താ പറയാ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ വന്നാൽ ആ ഇൻഷുറൻസും കൂടെ അവർക്ക് അതിലൂടെ ലഭിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ജോലി കിട്ടിയ ഭയങ്കര സുഖമാണ് ശരിക്കും പറഞ്ഞത്, ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടും കേട്ടോ. ഓക്കെ, അടുത്തതാണ് എന്ത്? കവർ ഫോർ മെറ്റേണിറ്റി എക്സ്പെൻസസ് കേട്ടോ. പ്രസവ ചികിത്സകൾക്കുള്ള പരിരക്ഷ ലഭിക്കുന്നുണ്ട്. പിന്നെന്താണ്? കവർ ഫോർ ആയുഷ് ട്രീറ്റ്മെന്റ്. ആയുഷ് നിങ്ങൾക്കറിയാലോ, അതൊരു ഗവൺമെന്റ് സ്കീം തന്നെയാണ് കേട്ടോ. ആയുഷ് എന്ന് പറയുമ്പോൾ ഈ ആയുർവേദ നിങ്ങൾ പഠിച്ചതാണ് കേട്ടോ. വൈദ്യ യോഗ, യു എന്താണ് യുനാനി, അതുപോലെ തന്നെ സിദ്ധ,
അല്ലെ, ഹോമിയോപ്പതി ഒക്കെ പഠിച്ചതല്ലേ. ഓക്കെ, ആ ഒരു ആയുഷ് ട്രീറ്റ്മെന്റിനുള്ള കവറേജും എന്തിലൂടെ ലഭിക്കുന്നുണ്ട്? നമ്മുടെ ഈ പറയുന്ന CGHS സ്കീമിലൂടെ ലഭിക്കുന്നുണ്ട്. ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആയോ? അപ്പൊ ഇതിനൊക്കെ കിട്ടുന്നുണ്ട് കവർ ഫോർ PPF അല്ലെ, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിനുള്ള കവറേജ്, ട്രീറ്റ്മെന്റ്, മരുന്ന് വിതരണത്തിനായിട്ടുള്ള പരിരക്ഷ ലഭിക്കുന്നുണ്ട്. സർക്കാർ ആശുപത്രികളിലെ സ്പെഷ്യലിസ്റ്റുകളുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നതിനുള്ള ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നുണ്ട്. സർക്കാർ ആശുപത്രികളും മറ്റ് എംപാനൽഡ് ഹോസ്പിറ്റലുകളിൽ ഇൻപേഷ്യന്റ് ട്രീറ്റ്മെന്റിനായിട്ടുള്ള പരിരക്ഷ ലഭിക്കുന്നുണ്ട്. കുടുംബക്ഷേമ സേവനങ്ങൾക്കുള്ള കവറേജ് ലഭിക്കുന്നു. പിന്നെ പ്രസവ ചെലവുകൾക്കുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. ആയുഷ് ട്രീറ്റ്മെന്റിനുള്ള പരിരക്ഷയും ഇതിലൂടെ ലഭിക്കുന്നു. ഇതൊക്കെ എന്തിന്റെയാണ്? CGHSല് ലഭിക്കുന്ന ബെനിഫിഷ്യറീസ് നമ്മൾ കണ്ടു. ആ ബെനിഫിഷ്യറീസിന് ആ ഒരു സ്കീമിലൂടെ ലഭിക്കുന്ന ബെനിഫിറ്റുകളാണ് നമ്മൾ ഈ 6 പരിചയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? സിമ്പിൾ അല്ലേ? ഇനി വായിച്ചു നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അടുത്ത നോക്കുക, വാട്ട് ഈസ് എ CGHS കാർഡ് കേട്ടോ. ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ബോറടിക്കുന്നുണ്ടോ? ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ഒരു ഇത് കൊടുക്കാം അല്ലെ? നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? വേണ്ട. ഓക്കെ, എന്നാ ശരി, കുഴപ്പമില്ല. നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ എനിക്കും കുഴപ്പമില്ല. എനിക്കറിയില്ല, ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ടിരിക്കുമ്പോ ബോറടിക്കണ്ടാവും എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. 11:30 ആവട്ടെ. 11:30 ആവുമ്പോൾ നമുക്ക് ചെറിയൊരു വേറെ ഇങ്ങനെ നമുക്ക് വിട്ടെന്തായാലും സംസാരിക്കാം കേട്ടോ. 12 മണി വരെ ക്ലാസ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ വാട്ട് ഈസ് എ CGHS? ഓക്കെ. വാട്ട് ഈസ് എ CGHS കാർഡ് കേട്ടോ. എന്താണ് CGHS കാർഡ്? അപ്പൊ CGHS ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി CGHS കാർഡിനെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടണം. മെഡിസെപ്പ് കാർഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ CGHS കാർഡാണ് പറയുന്നത് കേട്ടോ. നോക്കാം. The Government of India provides ഓൾറെഡി A ക്യാപിറ്റൽ ഒന്നും വേണ്ട കേട്ടോ, സ്മോൾ ലെറ്റർ ഇട്ടാൽ മതി. The Government of India provides all CGHS beneficiaries and their dependents with a photo ID plastic card called a CGHS card. അവിടെ ഫുൾ സ്റ്റോപ്പ് കിട്ടും. ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് വീണ്ടും പറയണ്ട, കാര്യം ഓൾറെഡി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് എന്നാണ് സെന്റൻസ് തുടങ്ങുന്നത്. അതുകൊണ്ട് CGHS കാർഡ് വരുമ്പോ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പിന്നെ അവിടെ പറയേണ്ടത് ഒന്ന് വെട്ടിക്കളഞ്ഞേക്ക്, രണ്ടും ഒരു പറയണ്ടല്ലോ. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാ CGHS ബെനിഫിഷ്യറീസിനും, എല്ലാ CGHS ഗുണഭോക്താക്കൾക്കും അതുപോലെ അവരുടെ ആശ്രിതർക്കും എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു ഫോട്ടോ ID ട്ടാ, ഫോട്ടോ പതിപ്പിച്ച ഒരു ID കാർഡ്. അതിന് നമ്മൾ CGHS കാർഡ് എന്നാണ് പറയുക. ഓക്കെ, ആ ഒരു കാർഡ് അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആര് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മെഡിസെപ്പ് എടുത്തിട്ടുള്ളവർക്ക് ഒരു മെഡിസെപ്പ് കാർഡ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റിന് പോകുമ്പോൾ ആ കാർഡ് കൊണ്ട് നമ്മൾ പോകണം. ഓക്കെ, എന്നതുപോലെ ഇവർക്ക് ഒരു CGHS കാർഡ് അവര് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കൂ, അതിനകത്ത് ഫോട്ടോ വിത്ത് ഒരു യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ടായിരിക്കും. അവരുടെ ഫോട്ടോ അതിനകത്ത് ഉണ്ടായിരിക്കും, ശരിക്കും ഒരു ID കാർഡ് പോലെ തന്നെ. ഇനി നോക്കാം, ഇറ്റ് കണ്ടെയ്ൻസ് എ യൂണീക്ക് ബെനിഫിഷ്യറി ഐഡന്റിറ്റി നമ്പർ which an individual must show to CGHS facilities at any point. അല്ലെ, അപ്പൊ ഏതെങ്കിലും CGHS ഫെസിലിറ്റിയിലേക്ക് ട്രീറ്റ്മെന്റിനൊക്കെ അവർ പോകുന്ന സമയത്ത് അവരെന്ത് ചെയ്തിരിക്കണം? ഈ ഒരു കാർഡ് അവര് അവിടെ കാണിച്ചിരിക്കണം. ആ കാർഡിനകത്ത് ഒരു യുണീക്ക് ആയിട്ടുള്ള ഐഡന്റിറ്റി നമ്പർ ഉണ്ടായിരിക്കും. ഇനി അടുത്തത് എന്താണ്? ദിസ് കാർഡ് ഈസ് വൈറ്റ് വിത്ത് എ വാരി കളേർഡ് stripe at the top that represent the card holder status. So this strip can be any of the following colors. ഇനി കാർഡിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. ഈ കാർഡ് ശരിക്കും ബേസിക്കലി ഒരു വെള്ള കാർഡാണ്, വെള്ള ഒരു കാർഡാണ്. ആ കാർഡിന്റെ ടോപ്പിലായിട്ട് എന്താ പറയാ, ഡിഫറെന്റ് കളേഴ്സില് സ്ട്രിപ്സുകൾ ഉണ്ട്, സ്ട്രൈപ്സ് ഉള്ള തരത്തിലുള്ള ഒരു കാർഡാണ്. ആ സ്ട്രിപ്പിന്റെ കളർ ഉണ്ടല്ലോ, ആ കളർ റെപ്രസെന്റ് ചെയ്യുന്നത് ആ ഒരു കാർഡ് ഹോൾഡറിന്റെ സ്റ്റാറ്റസ് എന്താണെന്നാണ്, ഏത് വകുപ്പിലാണ്, ഏത് വിഭാഗത്തിൽ പെട്ട വ്യക്തിയാണ് എന്നുള്ളത് ആ ഒരു കളർ, ആ സ്ട്രിപ്പിന്റെ കളർ നോക്കി നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. നമ്മൾ കുറെ ബെനിഫിഷ്യറീസ് ആയിട്ട് പഠിച്ചു അല്ലെ. അപ്പൊ അതിനകത്ത് ഏത് വ്യക്തിയാണ്, ആ കാർഡ് ഹോൾഡറിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ആ ഒരു സ്ട്രിപ്പിന്റെ കളർ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ ഒരു കളർ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, യെല്ലോ ഒരുപാടില്ല, ഒരു 4 കളേഴ്സ് അവിടെ പറഞ്ഞിട്ടുണ്ട്, 4 മാത്രം പഠിച്ചു വെക്കാം കേട്ടോ.
യെല്ലോ കളർ, യെല്ലോ എന്താണ് സൂചിപ്പിക്കുന്നത്? എ ജേർണലിസ്റ്റ് ഓഫ് എൻ ഓട്ടോണമസ് കമ്പനി കേട്ടോ. അതായത് ഓട്ടോണമസ് എന്ന് വെച്ചാൽ സ്വയംഭരണ ഈ പറയുന്ന കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. അതായത് എന്താണ് പ്രസ് അല്ലെ, പ്രസ്സിന്റെ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞില്ലേ, പ്രസ് അസോസിയേഷന്റെ മെമ്പേഴ്സ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾ. അപ്പൊ അവര് റെപ്രസെന്റ് ചെയ്യുന്നതാണ് യെല്ലോ സ്ട്രിപ്പ് കേട്ടോ. യെല്ലോ കളർ സ്ട്രിപ്പ് ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ജേർണലിസ്റ്റിനെയാണ് കേട്ടോ. ബ്ലൂ കളർ എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? ബ്ലൂ സ്ട്രിപ്പ് എ സർവിംഗ് ഗവൺമെന്റ് എംപ്ലോയി. ഇപ്പൊ നിലവില് എന്താ വർക്ക് ചെയ്യുന്നത് ഗവൺമെന്റ് എംപ്ലോയിനെയാണ് ബ്ലൂ കളർ റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെന്താണ് റെഡ് കളർ? റെഡ് എന്താണ്? റെഡ് അത്യാവശ്യം നല്ല ഫ്രീക്വൻസി ഉള്ള ഒരു കളറാണ് അല്ലെ. അപ്പൊ മെമ്പർ ഓഫ് ദ പാർലമെന്റ് ആണ് കേട്ടോ. അതായത് നമ്മുടെ പാർലമെന്റിലെ അംഗത്തിനെ സൂചിപ്പിക്കുന്ന കളറാണ് റെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഗ്രീൻ കളറാണ്, പച്ച കളർ. ഗ്രീൻ എന്തിനെ സൂചിപ്പിക്കുന്നത്? എ പെൻഷനർ ഉണ്ട്, അതുപോലെ എക്സ് എം പി മെമ്പർ ഓഫ് പാർലമെന്റ് കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് എക്സ്-എം-പി, റിട്ടയേർഡ് പേഴ്സണൽ ഓർ എ ഫ്രീഡം ഫൈറ്റർ. ഇവരൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന സ്ട്രിപ്പിന്റെ കളറാണ് ഗ്രീൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ യെല്ലോ കളർ സ്ട്രിപ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് ജേർണലിസ്റ്റിനെ, ബ്ലൂ കളർ റെപ്രസെന്റ് ചെയ്യുന്നത് സർവിംഗ് ഗവൺമെന്റ് എംപ്ലോയി, നിലവിലുള്ള ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിയാണ്. റെഡ് കളർ കുറച്ചും കൂടെ, റെഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഫ്രീക്വൻസി ഉള്ള ഒരു കളറാണ്, അത്യാവശ്യം നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കാം. മെമ്പർ ഓഫ് ദ പാർലമെന്റ്, പാർലമെന്റ് മെമ്പറാണ്. ഗ്രീൻ കളർ എന്ന് പറയുമ്പോൾ ഒരു പെൻഷനർ ആവാം, റിട്ടയേർഡ് ഏതെങ്കിലും പേഴ്സണൽ ആയിരിക്കാം, എക്സ്-എം-പി. എന്നാലും റിട്ടയർമെന്റിന് ശേഷമുള്ള ആളുകളാണ് ഗ്രീൻ കളർ കൊണ്ട് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെയാണ്, മനസ്സിലാവും. അപ്പൊ 4 കളേഴ്സ് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഇനി നോക്കൂ, CGHS കാർഡ്സ് ഹാവ് വാലിഡിറ്റി until a beneficiary's retirement date. ശരിക്കും ഈ CGHS കാർഡിന് എത്ര നാൾ വരെ വാലിഡിറ്റി ഉണ്ടെന്ന് അറിയാമോ? അവരുടെ റിട്ടയർമെന്റ് ഡേറ്റ് വരെ, ആ ഒരു വിരമിക്കൽ തീയതി വരെ ഈ ഒരു കാർഡിന് എന്തുണ്ട്? വാലിഡിറ്റി ഉണ്ട്. ഓക്കെ, ടു എക്സ്റ്റെൻഡ്, അതന്നെ വിരമിക്കൽ ഡേറ്റ് വരെ, റിട്ടയർഡ് ഡേറ്റ് വരെയാണ് ആ ഒരു കാർഡിന് വാലിഡിറ്റി ഉള്ളത്. ഇനി ടു എക്സ്റ്റെൻഡ് ഇറ്റ്സ് വാലിഡിറ്റി പോസ്റ്റ് റിട്ടയർമെന്റ്, one must make his or her contribution a year before the completion. അപ്പോ നമ്മൾ റിട്ടയർമെന്റിന് ശേഷം നമുക്ക് അതിന്റെ ഒരു വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. റിട്ടയർമെന്റിന് ശേഷം ആ ഒരു വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ അവരെന്ത് ചെയ്യണം? ആ വിരമിക്കുന്നതിന് 1 വർഷം മുമ്പ് തന്നെ അവരുടെ കോൺട്രിബ്യൂഷൻസ് ചെയ്ത്, കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ ഒന്നും അല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്, കുറെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, സബ്മിറ്റ് കുറെ ഫോമുകളൊക്കെ സബ്മിറ്റ് ചെയ്യണം എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാനായിട്ട്. അങ്ങനെ കുറെ എന്താ പറയാ ഫോമുകളൊക്കെ ഫില്ല് ചെയ്ത് കുറെ ഫയലുകളൊക്കെ സബ്മിറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? വിരമിക്കലിന് ഒരു വർഷം മുമ്പ് തന്നെ അത്തരം കാര്യങ്ങൾ പ്രൊസീജിയറുകളൊക്കെ അവര് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, CGHS കാർഡിന് വിരമിക്കൽ തീയതി വരെ വാലിഡിറ്റി ഉള്ളൂ. പക്ഷെ ആ വിരമിച്ചതിന് ശേഷം നമുക്ക് അതിന്റെ ആ ഒരു വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് വിരമിക്കലിന് 1 വർഷം മുൻപ് തന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ അവര് പൂർത്തിയാക്കി. അത്രയേ ഉള്ളൂ CGHS കാർഡ്. മനസ്സിലായോ? ഒന്നുമില്ല അതിനകത്ത് പഠിക്കാൻ. CGHS കാർഡ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എന്താ പറയാ ഫോട്ടോ ID കാർഡാണ്. അതിനകത്ത് ആ ഒരു കാർഡ് കൊണ്ടുണ്ട് യുണീക്ക് ആയിട്ടുള്ള ഐഡന്റിറ്റി നമ്പർ ഉണ്ടായിരിക്കും. അപ്പൊ അവര് CGHS ഫെസിലിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് അവർ ആ കാർഡ് അവിടെ കാണിച്ചിരിക്കണം. ഈ കാർഡ് എന്ന് പറയുന്നത് ഒരു വെള്ള കാർഡാണ്. ആ കാർഡിന്റെ മുകളിലായിട്ട് പല നിറത്തിലുള്ള സ്ട്രിപ്സുകൾ ഉണ്ടാവും. ആ സ്ട്രിപ്പിന്റെ കളർ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ആ കാർഡ് ഹോൾഡറിന്റെ സ്റ്റാറ്റസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 4 കളർ സ്ട്രിപ്പുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിരുന്നു. യെല്ലോ കളർ ആണെങ്കിൽ ജേർണലിസ്റ്റ് ആണ്, ബ്ലൂ കളർ ആണെങ്കിൽ ഒരു എന്താ പറയുക സർവിംഗ് ഗവൺമെന്റ് എംപ്ലോയി ആയിരിക്കും, റെഡ് ആവുമ്പോൾ മെമ്പർ ഓഫ് പാർലമെന്റ് ആണ്, ഗ്രീൻ ആവുമ്പോൾ ഈ പറയുന്ന പെൻഷനേഴ്സ്, എക്സ്-എം-പി, റിട്ടയേർഡ് പേഴ്സണൽ, അവരൊക്കെയാണ് ഗ്രീൻ കളർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ മനസ്സിലാക്കി വെക്കുക, CGHS കാർഡിന് വിരമിക്കൽ തീയതി വരെ വാലിഡിറ്റി ഉള്ളൂ. അപ്പൊ ആ വാലിഡിറ്റി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടണമെങ്കിൽ വിരമിക്കലിന് 1 വർഷം മുമ്പ് തന്നെ അവര് അതിന്റെ മറ്റുള്ള നടപടിക്രമങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. സ്വാഭാവികമായിട്ടും റിട്ടയർമെന്റിന് ശേഷം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് എക്സ്റ്റെൻഡ്, അത് ഓരോ കാലയളവിലേക്കാണ് ഉണ്ടാവും, ഒരു നിശ്ചിത കാലയളവെന്നൊന്നുമില്ല. ഇവരുടെ ഏജിനനുസരിച്ച് ചിലപ്പോൾ 3 വർഷം വരെയോ അല്ലെങ്കിൽ 4 വർഷം വരെയോ 1 വർഷം വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്ത് കിട്ടുന്നത്? എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ. ഇത്രയും നമ്മൾ പഠിച്ചത് CGHS എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ഓക്കെ, CGHS 1954 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനും പെൻഷനേഴ്സിനും ആനുകൂല്യം, ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുന്ന ഒരു സ്കീമാണ്. പിന്നെ അതിന്റെ ബെനിഫിഷ്യറീസ് ആരൊക്കെയാണ്, അതിന്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് നമ്മൾ പഠിച്ചു. ഇനി ഈ ഗുണഭോക്താക്കൾക്ക് എന്തെല്ലാം ബെനിഫിറ്റുകളാണ് ഈ സ്കീമിലൂടെ ലഭിക്കുന്നതെന്ന് നമ്മൾ കണ്ടു.
CGHS കാർഡ് എന്താണെന്നുള്ളതും മനസ്സിലാക്കി. ഇത്രയും പറഞ്ഞാൽ CGHS കംപ്ലീറ്റ് ആയിട്ടാണ്. ഇതിൽ പഠിക്കേണ്ട പോയിന്റുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വായിക്കുമ്പോൾ അത് ഫോക്കസ് ചെയ്ത് പഠിക്കാം കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് RSBY ആണ് കേട്ടോ, രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന. ഇതും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് കേട്ടോ. ഇതൊരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ തന്നെ ഒരു CGHS സ്കീം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. CGHS സ്കീം എന്ന് നമുക്ക് പറയാം. അങ്ങനെയുള്ള ഒരു സ്കീമാണ് RSBY എന്ന് പറയുന്നത്. ഓക്കെ, നമ്മള് CGHS നേരത്തെ പറഞ്ഞപ്പോ അതിലെ ഗുണഭോക്താക്കൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഹൈ സ്റ്റാൻഡേർഡ് ഹൈ പൊസിഷനുള്ള ആൾക്കാരാണ്. അതേസമയം RSBY എന്ന് പറഞ്ഞല്ലോ, രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന. ഫുൾ ഫോം പഠിക്കണം കേട്ടോ. സ്വാസ്ഥ്യ എന്ന് പറയുന്ന ഹിന്ദി വേർഡിന്റെ അർത്ഥം ഹെൽത്ത് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന അഥവാ RSBY എന്നാണ് പറയാ. അതെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഈ പറയുന്ന എന്താ പറയാ തൊഴിൽ മന്ത്രാലയം, നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ തൊഴിൽ മന്ത്രാലയം പ്രത്യേകമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ്. ഇതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. അത് വന്നിട്ട് പ്രത്യേകിച്ച് എന്താ പറയാ അസംഘടിത മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക്, അതുപോലെ തന്നെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള BPL ഫാമിലീസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക്, നിർധന കുടുംബാംഗങ്ങൾക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുന്ന ഒരു സ്കീമാണ് RSBY എന്ന് പറയുന്നത് കേട്ടോ. അതൊരു CGHS സ്കീം തന്നെയാണ്. പക്ഷെ അവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് BPL ഫാമിലീസിനും ദുർബല വിഭാഗക്കാരൊക്കെയാണ്. ദുർബല വിഭാഗം എന്ന് പറഞ്ഞാൽ അസംഘടിത മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന തൊഴിലാളികളില്ലേ, അവർക്കൊക്കെ ആരോഗ്യ പെൻഷൻ ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുന്ന ഒരു സ്കീമാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് നമുക്ക് വായിക്കാം. രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന RSBY. രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന RSBY is a health insurance policy introduced on അണ്ടർലൈൻ ചെയ്ത് വെക്കാം 1st April 2008 കേട്ടോ. 2008 ഏപ്രിൽ 1 എന്താ പറയാ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ് രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന അഥവാ RSBY എന്ന് പറയുന്നത്. അപ്പൊ 3 ആക്ടുകളിലൂടെ നമ്മൾ കടന്നു പോയിട്ട് ഈ ചാപ്റ്ററിനകത്ത് ESI ആക്ട് 1948, CGHS സ്കീം 1954. ഇതെന്നാണ് RSBY? 2008 ഏപ്രിൽ 1 കേട്ടോ. 2008 ഏപ്രിൽ 1. അത് മാറിപ്പോകരുത്, നോക്കി വെക്കുക കേട്ടോ. ഇനി നോക്കാം. ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ മിനിസ്റ്ററി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, Government of India, to provide the health insurance coverage for below poverty line BPL families, launched specifically for the people who are working in the unorganized sectors of India. അത്രയും ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കുക. ആ സ്കീം ആർക്കുള്ളതാണ്, ആരെയാണ് അവിടെ പ്രധാനമായിട്ട് ലക്ഷ്യമിടുന്നത്, ആരെയാണ് ലക്ഷ്യമിടുന്നത്? ഇത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, തൊഴിൽ മന്ത്രാലയമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് വന്നിട്ട് ബിലോ പോവർട്ടി ലൈൻ, ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങള്, പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ദുർബല വിഭാഗക്കാരല്ലേ, അതായത് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് എന്ന് പറഞ്ഞ എന്താണ്, അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികള്, നിർമ്മാണ തൊഴിലാളികള്, വഴിയോര കച്ചവടക്കാര്, വീട്ടു ജോലിക്കാര്, അങ്ങനെയുള്ളവർക്കൊക്കെ ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുന്ന ഒരു സ്കീമാണ് കേട്ടോ. അത്രമാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി അതിന്റെ കുറെ ബെനിഫിറ്റുകൾ പ്രത്യേകമായിട്ട് അവിടെ പറയുന്നുണ്ട് കേട്ടോ. ഹിയർ ഈസ് ദ കവറേജ് അവൈലബിൾ ടു ദ ബെനിഫിഷ്യറീസ് ഓഫ് ദ രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന. RSBYയുടെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, എന്തെല്ലാം കവറേജുകളാണ്, എന്തെല്ലാം പരിരക്ഷകളാണ് അവർ ഈ പറയുന്ന BPL ഫാമിലീസിനും അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിനും ഒക്കെ ആയിട്ട് എന്തൊക്കെ കവറേജുകളാണ് അവർ കൊടുക്കുന്നത്. ഓക്കെ, അത് നമ്പർ ഇട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ എന്താണ് പോയിന്റ് പറയുന്നത്, a sum insured of 30,000 for a worker in the unorganized sector and their families. അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികള്, അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ 30,000 രൂപ വരെ കേട്ടോ, 30,000 രൂപ വരെ എന്ത് കൊടുക്കുന്നുണ്ട്, ഇൻഷുറൻസ് കവറേജ് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, 30,000 രൂപ വരെ അവർക്ക് ആനുകൂല്യമല്ല ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുന്നുണ്ട്. ആ നമ്പർ നോട്ട് ചെയ്യാം കേട്ടോ. 30,000 എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അത്രയും വരെ അവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ കവർ ഫോർ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്, അറിയാലോ, ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾക്കുള്ള പരിരക്ഷ കൊടുക്കുന്നുണ്ട്. കാരണം ഇതൊരു സ്വാസ്ഥ്യ ബീമാ യോജനയാണ് അല്ലെ, ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം തന്നെയാണ്. പിന്നെന്താണ്, കവർ ഫോർ ഓൾ ഡിസീസസ് എക്സിസ്റ്റിംഗ് ഏർലിയർ, അങ്ങനെ ഒരു പോയിന്റ് കൂടി ഉണ്ട് കേട്ടോ. കവർ ഫോർ ഓൾ ഡിസീസസ് എക്സിസ്റ്റിംഗ് ഏർലിയർ, അതായത് നേരത്തെ നിലവിലുണ്ടായിരുന്ന അസുഖങ്ങൾക്കുമുള്ള പരിരക്ഷ ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ്,
കവർ ഫോർ ഷിഫ്റ്റിംഗ് എക്സ്പെൻസസ് അപ് ടു ₹1,000 അല്ലെങ്കിൽ ₹1,000. 1000 രൂപ വരെയുള്ളത്, 1000 രൂപ എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കട്ടെ, അതിന് മുകളിലേക്ക് കിട്ടില്ല. 1000 രൂപ വരെയുള്ള ഷിഫ്റ്റിംഗ് ചെലവുകൾക്കുള്ള പരിരക്ഷ ലഭിക്കുന്നു എന്ന് പറഞ്ഞാല് ഇപ്പൊ ഷിഫ്റ്റിംഗ് ചെലവ് എന്ന് പറയുമ്പോൾ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ആംബുലൻസ് കോസ്റ്റ് ആയിരിക്കാം അല്ലെ, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഡയാലിസിസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഫോർ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വരുന്ന യാത്രാ ചെലവുകൾ അല്ലെ, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അതാണ് ഇവിടെ ഷിഫ്റ്റിംഗ് എക്സ്പെൻസ്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഷിഫ്റ്റ് ചെയ്യേണ്ട അവസരം സിറ്റുവേഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഷിഫ്റ്റിംഗ് എക്സ്പെൻസ് പ്രത്യേകം പറയുന്നുണ്ട് 1000 രൂപ വരെയുള്ളത് കിട്ടുള്ളൂ കേട്ടോ, അതിന് മുകളിലേക്ക് കിട്ടില്ല. 1000 രൂപ വരെയുള്ള ഷിഫ്റ്റിംഗ് എക്സ്പെൻസുകൾക്കുള്ള കവറേജ് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്യാഷ്ലെസ് ഇൻഷുറൻസ്, പണരഹിത ഇൻഷുറൻസ്. ക്യാഷ്ലെസ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പണരഹിത ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനിയും അതുപോലെ നമ്മുടെ ഹോസ്പിറ്റൽ അല്ലെ മെഡിക്കൽ അവരുടെ ബില്ലുകളുമായിട്ട് ബില്ലുകൾ പരിശോധിച്ച് നേരിട്ട് അവരെന്ത് ചെയ്യാണ്, പണമിടപാട് നടത്തുകയാണ് അല്ലെ. അവിടെ പോളിസി ഹോൾഡർക്ക് അയാളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അയാളുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ചെലവാക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല അല്ലെ. നേരിട്ട് ഇൻഷുറൻസ് കമ്പനിയും ഈ പറയുന്ന ഹെൽത്ത് കെയർ പ്രൊവൈഡർ അതായത് ഹോസ്പിറ്റലുകാരും തമ്മിൽ അവരുടെ ബില്ലും മറ്റും ഇൻഷുറൻസ് കമ്പനി പരിശോധിക്കുന്നു, പൈസ അവർക്ക് നേരിട്ട് കൊടുക്കുന്നു അല്ലെ, പൈസ നേരിട്ട് അടച്ചു തീർക്കുന്നു. അവിടെ ഒരിക്കലും ആർക്ക് പോളിസി ഹോൾഡർക്ക് ഒരിക്കലും എന്താണ് അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. ഓക്കെ, അതാണ് എന്ത് ക്യാഷ്ലെസ് ഇൻഷുറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ, പണരഹിത ഇൻഷുറൻസ്. പിന്നെന്താണ് എ പ്രീമിയം ഓഫ് ₹30 പെർ ആനുവം. പെർ ആനുവം ആണ് കേട്ടോ, പ്രതിവർഷമാണ് കേട്ടോ, പെർ മന്ത് അല്ല പറഞ്ഞിരിക്കുന്നത്. പ്രതിവർഷം 30 രൂപ പ്രീമിയം അടച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ഇൻഷുറൻസ് പരിരക്ഷ നിലനിർത്താനായിട്ട് വർഷത്തില് എന്തുമാത്രം അടച്ചാൽ, വർഷത്തിലാണ് കേട്ടോ, വർഷത്തില് വെറും 30 രൂപ പ്രീമിയം അടച്ചാൽ മതി. എന്നുവെച്ചാൽ സാധാരണക്കാർക്കുള്ള ഒരു ഇൻഷുറൻസ് സ്കീമാണ്, പാവപ്പെട്ട ആളുകൾക്കുള്ളതാണ്. അവർക്ക് വലിയ തുകയൊന്നും ഒരു കാരണവശാലും അഫോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് വർഷത്തിന് മാസത്തിനും കൂടെ അല്ല അവർ പറയുന്നത്, ഒരു വർഷത്തിന് വെറും 30,000 രൂപ പ്രീമിയം അടച്ചിട്ട് ആ ഒരു ഇൻഷുറൻസ് പരിരക്ഷ അവർക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. അവർക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രീമിയം തുകയാണ് അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ് ഇതിന്റെ എന്താ പറയാ ബെനിഫിറ്റുകളാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ഈ പറയുന്ന അൺഓർഗനൈസ്ഡ് അല്ലെ, അസംഘടിത മേഖലയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും 30,000 രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്, ആശുപത്രി ചെലവുകൾക്കുള്ള കവറേജ് ലഭിക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന അസുഖങ്ങൾക്കുള്ള കവറേജ് ലഭിക്കുന്നുണ്ട്. 1000 രൂപ വരെയുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യാട്ടോ. ഷിഫ്റ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എത്ര തുക വേണമെങ്കിലും ഇല്ല, 1000 രൂപ വരെയുള്ള ഷിഫ്റ്റിംഗ് എക്സ്പെൻസുകൾക്കുള്ള കവറേജ് ലഭിക്കുന്നുണ്ട്. ആംബുലൻസ് കോസ്റ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡയാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ അപ്പൊ വരുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റുകൾ കേട്ടോ, അങ്ങനെയുള്ള ചെലവുകൾ മാക്സിമം 1000 രൂപ വരെയുള്ള പരിരക്ഷ ലഭിക്കുന്നുണ്ട്. പിന്നെ ക്യാഷ്ലെസ് ഇൻഷുറൻസ്, പണരഹിത ഇൻഷുറൻസ് ആനുകൂല്യങ്ങളുണ്ട്. അതുപോലെ ഈ പ്രീമിയം ഓഫ് ₹30 പെർ ആനുവം. പെർ ആനുവം പ്രതിവർഷം 30 രൂപ പ്രീമിയം അടച്ചിട്ട് നമുക്ക് ആ ഒരു ഇൻഷുറൻസ് പരിരക്ഷ നിലനിർത്താനായിട്ട് സാധിക്കും. ഇതൊക്കെ എന്തിന്റെ ബെനിഫിറ്റ്സ് ആണ് നമ്മൾ ഈ പറഞ്ഞത്? RSPയുടെ ബെനിഫിറ്റ്സുകളാണ് പറഞ്ഞത്. അവിടെ നിങ്ങൾ പഠിച്ചു വെക്കുക എത്രയേ ഉള്ളൂ, 2008 ഏപ്രിൽ 1 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ് RSPയുടെ ഫുൾ ഫോം പഠിച്ചു വെക്കുക. രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന ആർക്ക് വേണ്ടിയിട്ടുള്ള സ്കീമാണ്? പ്രധാനമായിട്ടും BPL ഫാമിലീസിനും അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിലുള്ള എംപ്ലോയീസിനെയും ലക്ഷ്യമിടുന്ന ഒരു സ്കീമാണ് RSP. പിന്നെ നിങ്ങൾ പഠിക്കുക അതിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്. 6 പോയിന്റുകൾ അവിടെ പഠിച്ചിട്ടുണ്ട്. ഇതില് ബെനിഫിറ്റ് തന്നിട്ട് ഇത് ഏത് ഇൻഷുറൻസ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണ് BPL ഫാമിലീസിന് ലഭിക്കുന്ന ഇൻഷുറൻസ് സ്കീം ഏതാണ്? അത് RSP വരെയാണ്. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു സുപ്രീം കോടതി ജഡ്ജിക്ക് ലഭിക്കുന്ന ആനുകൂല്യം ഏതിന്റെ കീഴിൽ വരുന്നതാണ്? CGHS അല്ലെ, ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. ഓക്കെ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. സമയം 11:30 ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? ക്ലാസ് ബോറാവുന്നില്ലല്ലോ? ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഈ പാഠം വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക്. ഇത് കുഴപ്പമില്ലാത്ത ചാപ്റ്ററാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ മറ്റേ എന്താന്ന് തോന്നുന്നു, ക്വാളിറ്റി അഷുറൻസ് NABH. അത് 12:30 വരെ ഇല്ല കേട്ടോ. 12:30 വരെ 12 മണി വരെ ഉണ്ട് കേട്ടോ, അരമണിക്കൂറില്ല.
സാധാരണ 2 മണിക്കൂർ ആദ്യം മിസ് ലീവാണല്ലോ. മിസ്സിന്റെ മാരേജ് ആയിരുന്നല്ലോ എന്റെ. അപ്പൊ അതുകൊണ്ട് ഇന്ന് മിസ് ലീവാണ്. അപ്പൊ അതുകൊണ്ടാണ് 1.5 മണിക്കൂർ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, 1.5 മണിക്കൂറുള്ളൂ മാരേജ്. ഇല്ല ഇല്ല, ഞാൻ പോയില്ല. ഗുരുവായൂർ അമ്പലത്തിലായിരുന്നു, പോയില്ല. പോവാൻ പറ്റിയിരുന്നില്ല. ഫോട്ടോ ഒന്നും കണ്ടില്ല. മിസ് വരുമ്പോ നിങ്ങൾ ചോദിക്കും ഫോട്ടോസ്. ഓക്കെ, കുഴപ്പമില്ല, നല്ല കുഴപ്പമില്ലാത്ത വളരെ ലളിതമായിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു. ഫോട്ടോസ് ഇന്നലെ രാത്രി ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, മിസ്സിന് എപ്പോഴും നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ. കാര്യം ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ള ഒരു മിസ്സാണത് ലൈഫില്. അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം കേട്ടോ. ശരി, പിന്നെ വേറെ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങള്? എന്തൊക്കെയായി നിങ്ങളുടെ എന്താണ് ക്രിസ്മസ് പ്രോഗ്രാംസ് ഒക്കെ? എന്തൊക്കെയുണ്ട് ക്രിസ്മസ് പരിപാടികള്? ട്രീ ഒക്കെ റെഡിയാക്കിയോ നിങ്ങള്?